കുടുംബശ്രീ ചേച്ചിമാർ നമ്മളെ നാട്ടിൻപുറത്ത് വരുന്ന സമയത്ത് അവർ കൂടുതലും നമ്മളിപ്പോൾ ചുമ്മാ തമാശക്ക് പണിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ തലേ ദിവസത്തെ വീട്ടിൽ നടന്ന കാര്യം അപ്പുറത്തെ വീട്ടിലെ കാര്യമൊക്കെ ആയിരിക്കും സംസാരിക്കാൻ പറ്റുക എന്നുള്ളത്. എങ്ങനെയാ ഇതിലെ ഉർവശിയുടെ കഥാപാത്രം, അതായത് ജഗദമ്മ എങ്ങനെയായിരിക്കും? അതുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ എന്താ പറഞ്ഞത്, എന്തുകൊണ്ട് നമ്മൾ ഏഴാം ക്ലാസ് ബി എൽ ജഗദമ്മ മാത്രമല്ല, 7ാം ക്ലാസ് ബി എന്നിട്ടിരിക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസത്തിനെ സ്നേഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെ ആയിരിക്കണമല്ലോ. 7ാം ക്ലാസ് ഒരു സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയതിനെ ആഘോഷിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. അവരുടെ ജീവിതം മാറി മറിഞ്ഞ് എങ്ങനെ പോകുന്നു, അവര് പിന്നെ എങ്ങോട്ടെത്തുന്നു. അപ്പൊ അവര് നമ്മളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ ജീവിച്ച് വളർന്ന് അവിടെ പോയി എത്തുന്ന ഒരു സംഗതിയുണ്ട്. മാർഗം എന്തായാലും സാരമില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ അറിയാതെ നമ്മൾ ഒരു ലക്ഷ്യത്തിലോട്ട് കൊണ്ട് എത്തിക്കുക എന്ന് പറഞ്ഞ അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ ഒരു നാട്ടിൻപുറത്ത് പഠിക്കാൻ ഇഷ്ടമുള്ളൊരു പെൺകുട്ടി അവളുടെ ജീവിതത്തില് പ്രതീക്ഷിതമായിട്ട് വന്നെത്തുന്ന ഒരു മധ്യവയസ്സിൽ ഒരു സംഗതിയിലേക്ക് എത്തുന്നതാണ് സസ്പെൻസ്. 7ാം ക്ലാസ് ബി എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ഫസ്റ്റ് നമ്മൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അതിനാ ഞാൻ പറഞ്ഞ തിയേറ്ററിൽ പോയി കാണാൻ. ഞാൻ പറഞ്ഞില്ലേ സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന്. നമ്മൾ 7ാം ക്ലാസ്സിൽ എന്ത് സ്റ്റേറ്റ് ഫസ്റ്റ്? സാധാരണ 10ാം ക്ലാസ് ഉണ്ട്, പ്ലസ് 2 ഉണ്ട്, ഇതൊക്കെ. അപ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കും എന്തോ ഇങ്ങനെ സ്റ്റേറ്റ് ഫസ്റ്റ്? ഒന്നുമില്ല, തിയേറ്ററിൽ നിങ്ങളെ അടിക്കത്തൊന്നുമില്ല, കാശ് കൊടുക്കുക, പോയി കാണുക, കണ്ടിട്ട് എൻ്റെ എന്താണ് സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന് എന്നോട് പറഞ്ഞു തരിക. ചെയ്തത് തെറ്റായി പോയി പറയൂ. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഞാനൊരു കാര്യം പറയാം. അല്ല കൗതുകം വേറൊന്നുമല്ല. നമ്മൾ പറയുന്ന ഇതേ ഉള്ളൂ. നമ്മളെ കുറിച്ച് ഒരാൾ പറയിപ്പിക്കണമെന്ന് പറയും, അവര് പറഞ്ഞില്ലേ നമ്മൾ തന്നെ പറയണ്ടേ. ഇപ്പൊ ഞാൻ സുന്ദരനാണ്, അപ്പൊ നിങ്ങളൊക്കെ വിളിച്ചില്ലെങ്കിൽ ഞാൻ എന്നെ സുന്ദരാന്നൊന്ന് വിളിക്കണ്ടേ? അതാ ഞാൻ പറയുള്ളൂ. അതെ. ഈ ജഗദമ്മയുടെ കഥ പറയുമ്പോഴേ മാമിന്റെ ഒരു പൊട്ടൻഷ്യലെ പറ്റി ഇവിടെ ആർക്കും ഒന്നും പറയാനുണ്ടാവില്ല. പക്ഷെ ഈ ജഗദമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉർവശി പോലുള്ള ഒരു നടി ചെയ്യണം എന്നുള്ളതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അല്ല അതിനൊക്കെ അത് നമ്മൾ പ്രേക്ഷകർക്ക് പറയേണ്ടത്. ഉർവശി ചെയ്യും. ഇപ്പം ഞങ്ങളിത് പറഞ്ഞില്ലേ 10 വർഷം മുമ്പേ ആലോചിച്ചാലും, ഉർവശി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അഭിനയിക്കാൻ എഴുതിയ കഥയല്ല. അത് ഉർവശി അത് അഭിനയിപ്പിച്ചു. നമ്മൾ പറഞ്ഞില്ല, ഞാൻ ആർക്കും വേണ്ടി കഥ എഴുതിയില്ല. ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഉർവശി എന്നോ ശിവപ്രസാദ് ആരും നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞില്ലേ സ്ത്രീപക്ഷ സിനിമയെന്നോ സ്ത്രീ പുരുഷപക്ഷം ഒന്നുമില്ല, എല്ലാം ഒന്നല്ലേ, അങ്ങനെ ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഈ ജഗദമ്മ എന്ന് പറയുന്ന ഈ വേഷം നമ്മൾ കേരളത്തിലെ സ്ത്രീകൾ പ്രയത്നിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി എഴുതിയതാണ്. പല കാര്യങ്ങളും പഞ്ചായത്തിനെ കുറിച്ച് ഉർവശിക്ക് അറിയത്തില്ല. അതെ, ചിലപ്പോൾ അറിയണ്ടാവില്ല. എങ്ങനെ മദ്രാസിൽ പോയി അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പഞ്ചായത്തൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അല്ല എന്നാലും ആ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ നാട്ടിൻപുറങ്ങളിൽ അവിടെ പണ്ട് നമ്മൾ ഷൂട്ടിന് പോകുമ്പോഴും ഒക്കെ കണ്ടിട്ടുള്ളത് നാട്ടാമ്മ, കൂട്ടം. അല്ല കേരളത്തിലെ തൊഴിലുറപ്പ് സ്ത്രീകളെ ചേച്ചി കണ്ടിട്ടുണ്ട് എപ്പോഴും? അത് പിന്നെ എന്റെ വീട്ടിലൊക്കെ പോലെ എന്നെ കാണാൻ എത്ര പേരാ വരുന്നത്, അതൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ. എന്റെ വീട്ടില് അവള് ഞാനും കൂടെ ചെല്ലുമ്പോ കാണാൻ വരുന്ന തൊഴിലുറപ്പ് പദ്ധതിക്കാരാണ്. പക്ഷെ എനിക്ക് ഒരൊറ്റ അഭിപ്രായമുണ്ട്, വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ഈ കളിയാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ തൊഴിലിരിപ്പ് എന്നൊക്കെ പറയുന്നു. ഒരു കാര്യം തൊഴിൽ ചെയ്യുന്നതിനെക്കാട്ടിൽ ഈ സ്ത്രീകൾക്ക് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ ഒരു കൂട്ടായ്മ, എപ്പോഴും വീട്ടിൽ ചോറ് വെക്കുക പാത്രം കഴുകുക, ചോറ് വെക്കുക പാത്രം, ഇതിനേക്കാളും ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അവരുടേതായിട്ടുള്ള സന്തോഷങ്ങളും പല സ്ത്രീകൾക്കും എനിക്കറിയാം, എൻ്റെ അറിവിലറിയാം, ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീകൾക്ക് മരുന്നും വേണ്ട ഗുളികയും വേണ്ട. അതെ, ചിലപ്പോൾ ആ ഒരു കൂട്ടായ്മ. എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു, നല്ല സമ്പന്നനാ, അദ്ദേഹം പറഞ്ഞതാ, എടാ ഈ വീട്ടിൽ ഒരു വഴക്കുമില്ലെന്ന്, വൈകിട്ട് പെണ്ണുമ്പോൾ മറ്റേ കണക്കെഴുതുന്നു, മറിച്ച കണക്കെഴുതുന്നു, ഇയാൾ ഓഡീസന്നാ. ഇനി തൊഴിലുറപ്പ് പദ്ധതി എന്നാന്ന് വേണമെങ്കിൽ അയാൾ ഒരു 120 ദിവസത്തെ കണ്ട് പണിയാ, ചിലപ്പോൾ 120 കൂടെ അയാൾ മേടിച്ചു കൊടുക്കും, വീട്ടിൽ സ്വസ്ഥം, വൈകിട്ട് ഒരു ബുക്കൊക്കെ എഴുതി. ഇവരാണ് അതിന്റെ എന്തുവാ മേറ്റ്, ഈ സ്ത്രീകളുടെ കണക്കൊക്കെ എഴുതണം. എന്നിട്ട് അതൊക്കെ വലിയ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞിട്ട് ചെന്നിരുന്നൊരു 10 മിനിറ്റും കൂടെ ഒന്ന് ഇരുന്ന് കൊടുക്കണം, ഈ പ്രവൃത്തി അവർ ഹിമാലയം കയറി എൻ്റെ കഥ കേൾക്കാൻ, ഞാൻ സ്വസ്ഥം. അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. നമ്മുടെ കേരളത്തിൽ കുറേ സ്ത്രീകൾക്ക് വന്നിട്ട് അവരുടേതായിട്ടുള്ള എന്തല്ല ഇത് വലിയ വലിയ പരിപാടികളാണ് അവിടെ നടക്കുന്നത്. നമ്മളിങ്ങനെ എൻഗേജ്ഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു മനസ്സിന്റെ ആരോഗ്യവും ഒക്കെ ഉണ്ട്, പങ്കുവെക്കുകയല്ല എല്ലാം. അതായത് തൊഴിലാണെങ്കിലും തമിഴ്നാട്ടിലുണ്ട് കേട്ടോ, തമിഴ്നാട്ടിലുണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത്, ഇവിടെ കുറച്ചുകൂടെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നൊക്കെ പറയുന്ന ഒരു ചർച്ചയാവുക, അതൊക്കെ ആവുന്നുണ്ട്.
മറ്റ് സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള സംഗതികൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഒരു ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങും. ഇവിടെ അതൊക്കെ ജനകീയമാവുന്നു. അതാണ് വ്യത്യസ്തത. അതുകൊണ്ടാണ് ഇത് തമിഴ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിട്ട് ഇല്ല, ഇത് മലയാളത്തിൽ തന്നെ ആയിരിക്കും ബെറ്റർ എന്ന് തീരുമാനിക്കുക.